നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കാണാനില്ല എന്ന ലുക്കൌട്ട് നോട്ടീസ് സംസ്ഥാനത്താകെ ഒട്ടിക്കണമെന്ന് തോന്നുന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ കേരളത്തിൽ എന്തിനും ഏതിനും വിവാദങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ടുവരുന്ന നമ്മുടെ BJP സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻജിയെയും കേന്ദ്രമന്ത്രി വി മുരളീധരൻ അദ്ദേഹത്തെയും കാണാതായിട്ട് കുറെ കാലമായി. മഷി നോട്ടം ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഇവരെവിടെയാണ് ഒളിച്ചിരിക്കുന്നതെങ്കിലും കണ്ടെത്താമായിരുന്നു. ഇനിയിപ്പോ സംസ്ഥാനത്തെ മുഴുവൻ AI ക്യാമറ ദൃശ്യങ്ങളും പരിശോധിച്ചാലും ഇവരെ കണ്ടുകിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. ശബരിമലയിൽ ഇത്രയധികം പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇവരുടെ യാതൊരുവിധ പ്രതികരണവും വന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. മുൻപൊരിക്കൽ നിയമസഭാ സ്പീക്കർ നടത്തിയ പ്രസംഗം മിത്ത് വിവാദമാക്കി നാമജപയാത്ര നടത്തിയവരൊക്കെ ഇപ്പോൾ എന്താ ഒരു അഭിമുഖമോ പ്രതികരണമോ നടത്താത്തത് ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നെന്ന് മനസ്സിലാകുന്നില്ല. ഇനി വിവരങ്ങാനും അറിഞ്ഞു കാണില്ലേ? കാണാതിരിക്കില്ല. അല്ലെങ്കിൽ പിണറായി സർക്കാരിന് ഒരു കൊട്ടു കൊടുക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കി കളയാത്ത ഇവർക്ക് ഇതെന്ത് പറ്റി? മാനസാന്തരം വന്നിനി വല്ല നാമജപയാത്രയ്ക്ക് പോയി കാണും. ചിലപ്പോ ഇത് വെച്ച് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒളിയം ചെയ്യാനായിരിക്കും പരിപാടി. 2018 ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ച് കേരളത്തിലെ മുക്കിലും മൂലയിലും വരെ ഓടി നടന്ന് പ്രസംഗിച്ച ഇവരുടെയൊക്കെ പൊടി പോലും ഇപ്പോൾ കാണാനില്ല. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചാൽ വിശ്വാസത്തിന് മങ്ങലേൽപ്പിക്കുമെന്ന് പറഞ്ഞ ഇവരൊക്കെ എന്തേ ഇത്രയും ആളുകൾ കുഴഞ്ഞു വീണ് മരിച്ചിട്ട് പോലും പ്രതികരിക്കാത്തതാ? സംസ്ഥാന ഘടകങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി കെ സുരേന്ദ്രനെ മാറ്റി കേന്ദ്രമന്ത്രി വി മുരളീധരനാക്കണമെന്ന വാർത്തകൾ വന്നിരുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിയും വരെ സുരേന്ദ്രനെ തന്നെ ആ സ്ഥാനത്ത് തുടരട്ടെ എന്നാണ് പാർട്ടി തീരുമാനമുണ്ടായത്. ഇനിയിപ്പോ മുരളീധരൻ കേരളത്തിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് പ്രതികരിക്കാത്തത് പാർട്ടി തീരുമാനത്തിൽ വല്ല പിണക്കമുള്ളത് കൊണ്ടാണോ എന്നും അറിയില്ല. യുവമോർച്ചയുടെ കാര്യം പിന്നെ പറയേ വേണ്ട. അന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ വീടാണെന്ന് കരുതി വി ശിവൻകുട്ടിയുടെ വീട് മാറിക്കേറി പ്രതിഷേധിച്ചതിൽ പിന്നെ നവകേരള സദസ്സിലൊന്ന് കരിങ്കൊടി വീശാൻ പോലും ആശാന്മാർ വന്നിട്ടില്ല. പാവം ശോഭിച്ചി. BJPയുടെ ദേശീയ നിർവ്വഹണ സമിതി അംഗമായിരുന്നവർക്ക് സുരേന്ദ്രൻ വീണ്ടും അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നത് ഒരിത്തിരി ക്ഷീണമായിട്ടുണ്ട്. പാർട്ടിയിൽ കടുത്ത അവഗണനയാണ് നേരിടുന്നതെന്നും പരാതി പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ അവസാനമായി പ്രതികരിച്ചു കണ്ടത് മാധ്യമ പ്രവർത്തകയുടെ തോളിൽ സുരേഷ് ഗോപി കൈവച്ചതിന് പിന്നാലെ ന്യായീകരണങ്ങൾ നിരത്തിയപ്പോഴായിരുന്നു. മൈക്ക് കണ്ടാ വിടാത്ത ഇവരൊക്കെ ഇപ്പോൾ സജീവമായി പൊതുവിഷയങ്ങളിൽ പ്രതികരിക്കാത്തത് പാർട്ടിയുടെ അകത്തളങ്ങളിൽ നടക്കുന്ന ചില ചേരിചേരായ്മ കൊണ്ടാണെന്ന് തോന്നുന്നു. കരിങ്കൊടി കാണിച്ചും ശബരിമല പ്രശ്നത്തിൽ ഇടപെട്ടും കോൺഗ്രസ് സജീവമാകുമ്പോൾ ഭരണപക്ഷത്തെ എതിർക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാത്ത ഇവരൊക്കെ കാണാമറയത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയില്ല. മിത്ത് വിവാദം ഉണ്ടായ സമയത്ത് എന്തൊക്കെയായിരുന്നു? നാമജപം, ഗണപതി ഭജന നടത്താത്ത ഒന്നുമില്ല. സ്ത്രീകളെ ശബരിമലയിൽ കയറ്റുന്ന സമയത്ത് പൊറോട്ട് നാടകം കളിച്ച സുരേന്ദ്രനും വി മുരളീധരനെയും ഈ വഴിക്കൊന്നും കാണാത്തത് കൊണ്ട് ചോദിക്കുക, നിങ്ങൾ ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും കേരളത്തിൽ ഏക്കത്തില്ല എന്ന് കരുതുന്നത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ വാ മൂടിയിരിക്കുന്നത്? തങ്ങൾക്ക് ലാഭം ഉണ്ടാക്കുന്നിടത്ത് മാത്രം പ്രസംഗിച്ച് കയ്യടി മേടിക്കുന്നവർക്ക് മുന്നിൽ ഒരുപടി മുകളിലാണ് എന്തായാലും സുരേഷ് ഗോപി. അദ്ദേഹം സാമൂഹ്യ പ്രശ്നങ്ങളിൽ എന്തായാലും കൃത്യമായി തന്റെ നിലപാടുകൾ വ്യക്തമാക്കാറുണ്ട്. ശബരിമല സ്പെഷ്യൽ വന്ദേ ഭാരത് സർവീസ് നൽകി കേന്ദ്രം പരിഗണിക്കുന്നുണ്ടെങ്കിലും ശബരിമലയിലെ തിക്കിലും തിരക്കിലും ആളുകൾ മരിക്കുന്നതും ആവശ്യമായ ഉദ്യോഗസ്ഥരില്ലാത്തതിനെ പറ്റിയുമെല്ലാം ഒരക്ഷരം പോലും മിണ്ടാത്തത് കാരണം ഇവരൊക്കെ നാട് വിട്ടോ എന്ന സംശയമാണ് ഇപ്പോൾ ജനങ്ങൾക്കുള്ളത്.